കുറച്ചുപേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച്. രേണുസുതി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ വഴി കുറെ അധികം സ്ത്രീകൾ പണം ഉണ്ടാക്കുന്നുണ്ട്. ശരീര പ്രദർശനം നടത്തി തന്നെയാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അത് വലിയൊരു ആപത്ത് തന്നെയാണ്. ആ ഒരു രീതിയിൽ സ്ത്രീകള് പണം ഉണ്ടാക്കുന്നതും സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്നത് അത് വരും തലമുറയ്ക്ക് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. അതില് ഒരു ബിഗ് ബോസ് താരമായിട്ടുള്ള രജിത് സാർ, അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള രേണുസുതി ഉൾപ്പെടെ ആ ഒരു മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വഴി സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് മാസം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് താരമായിട്ടുള്ള രജിത് സാറിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനൊന്ന് പ്രതികരിച്ചില്ലെങ്കിൽ അത് എൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ 2 വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്ന് സാംസ്കാരിക നായകന്മാരെയും നായികമാരെയും ഒന്നും കാണാൻ പറ്റുന്നില്ല. പലരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. അങ്ങനെ മലയാളി, നമ്മുടെ സമൂഹം, നമ്മുടെ നാട് കുറച്ചുപേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് 2 വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും, അത് ഏത് പാർട്ടിയിലാണെങ്കിലും, അവർക്ക് സീറ്റ് മതി, അവർക്ക് കസേരകൾ മതി, അവർക്ക് അധികാരങ്ങൾ മതി. പക്ഷേ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ് സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ, ഉഡായിപ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. ആരും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ പ്രതികരണം നിർത്തിവെച്ചിരിക്കുകയാണ്, കുറച്ചിരിക്കുകയാണ്. താല്പര്യമില്ല. യാദവകുലം നശിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി ഇരുന്നത് പോലെ. അതിന് എന്നെ കൃഷ്ണനാക്കിയൊന്നും നോക്കണ്ട. നിങ്ങളിനി ഈ വീഡിയോയുടെ അടിയിൽ വന്ന് ചാണകം വാരി എറിഞ്ഞാലും തെറി വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് അവാർഡുകളും അംഗീകാരം പോലെ എനിക്ക് തോന്നുന്നു. എല്ലാം വേണം, നല്ല കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ കൂടി വരുന്നു. 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയിൽ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന UP സ്കൂളിലെയും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും കോളേജിലെയും വിദ്യാർത്ഥികൾ, യുവതലമുറയിലെ ആൺകുട്ടികൾ ബഹുഭൂരിപക്ഷം പേരും, കുറേ പെൺകുട്ടികളും ഇങ്ങനെയുള്ള ജോലി ചെയ്യാതെ കുറേ ഉഡായിപ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ, അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാൾ താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്വയം മ്ലേച്ഛമായ തരത്തിൽ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട്
പണമുണ്ടാക്കുന്ന കുറേ കുട്ടികളല്ല കുറേ വ്യക്തികളുടെ എണ്ണം, കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലോ സീരിയലുകളോ ക്യാരക്ടർ അഭിനയിക്കുന്നതിന് അന്തസ്സുണ്ട്. തിരക്കഥയ്ക്ക് അത് ആവശ്യമാണെങ്കിൽ അത് ഇംഗ്ലീഷ് സിനിമയായാലും മലയാള സിനിമയായാലും ഏത് ലാംഗ്വേജിലായാലും അവർ അത് പ്രദർശനം നടത്തുകയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ നന്നായി അഭിനയിക്കുകയോ ചെയ്യട്ടെ. അത് ജോലിയുടെ ധാർമ്മികത, അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. PKയിൽ അമീർ ഖാൻ പെർഫോം ചെയ്തത് പോലും ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്, അവർ ആവിഷ്കാരമാണ്. പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച ശരീരം പ്രദർശിപ്പിക്കുന്ന കുറേ ആൾക്കാർ. ആരാണിവർ? ഇവർ കുടുംബജീവിതം നേരെ ചൊവ്വേ നടത്തുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് കുറച്ചു പേർ ഡൈവേഴ്സ് കഴിഞ്ഞവരാണ്. അവർക്ക് പുരുഷന്മാരോട് വൈരാഗ്യവും വെറുപ്പും മാത്രമാണ്. എങ്ങനെയും തൻ്റെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പുരുഷന്മാരെയും വേണമെങ്കിൽ ചില പെൺകുട്ടികളെ ഒക്കെ വീഴ്ത്തുന്ന തരികിട തന്ത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരായ പുരുഷന്മാർ തന്നെ ഇതിന് ക്യാമറ പിടിച്ചു കൊടുക്കുന്നു എന്നുള്ള ന്യൂസും ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണമുണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാധാരണ മാത്രം. എൻ്റെ സഹോദരങ്ങളെ, പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിലുണ്ടാകില്ല. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെയായിരിക്കും കാണുക, എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പണമില്ലെങ്കിൽ കഞ്ഞി കുടിച്ചാണെങ്കിലും, ഒരു വലിയ വരുമാനം ഇല്ലെങ്കിൽ ചെറിയ വരുമാനത്തിൽ അന്തസ്സായി ചമ്മന്തിയും കഞ്ഞിയും പയറും കഴിച്ചാണെങ്കിലും തൻ്റെ സംസ്കാരവും തൻ്റെ കുലീനത്വവും തൻ്റെ അഭിമാനവും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ ഗുണം ലഭിക്കും. 2, ഇങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാരുടെ കണ്ണുകൾ ദൃഷ്ടിദോഷമെന്ന് പലർക്കും അറിയാം. ഇങ്ങനെ തൻ്റെ ശരീരത്തിൽ സൗന്ദര്യം ദൈവം കൊടുത്തത് ഞാൻ വേദം പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്ത നല്ല വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ജനിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ അങ്ങനെ കിട്ടിയ ദൈവാനുഗ്രഹത്തോട് കിട്ടിയ സൗന്ദര്യങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആസക്തമായ കണ്ണുകളോടെയും മനസ്സുകൊണ്ടും ചിന്തിച്ച് പലരും ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദർശിപ്പിക്കുന്നവരറിയുന്നില്ല ഒരുപക്ഷെ നാളെ ഇവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗാതിപീഠകൾ പിടിച്ച് ആശുപത്രിയിൽ ഈ പണം പോകുമെന്നും ഡോക്ടർമാർക്കും മെഡിസിൻ ഈ പണം പോകുമെന്നും. ഒരു ബൈബിൾ വചനവും കൂടെ ഈസ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞങ്ങ് നിർത്താം. ബൈബിളിൽ യേശുദേവൻ പറയുന്നു, ഇനി കാണുന്നവരെക്കുറിച്ചാണ് പറയുന്നത്, നിന്റെ കണ്ണുകൾ പാപം ചെയ്യുന്നുവെങ്കിൽ ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കളയുക. കണ്ണുകളോടുകൂടി നീ നരകത്തീയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്കേറെ നല്ലത് ഒരു കണ്ണെങ്കിലും ഇല്ലാതെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കൈകളും കാലുകളും പാപത്തിന് ഹേതുവാകുന്നുവെങ്കിൽ ആ കൈകളോ കാലുകളോ നീ തന്നെ മുറിച്ച് കളയുക. കാരണം കൈയും കാലും വെച്ചുകൊണ്ട് നീ നരകത്തീയിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നല്ലത് കൈകളും കാലുകളോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇതിൻ്റെ ആന്തരിക തത്വം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ പുതിയ കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അവരുടെ ചിന്താധാരകളെ അവരെ സൈക്കോളാക്കി മാറ്റാനും അവരുടെ പഠനമില്ലാതാക്കി മാറ്റാനും നല്ലപോലെ ജീവിക്കുന്ന പല കുടുംബങ്ങളിലെയും പുരുഷന്മാരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള പ്രദർശനങ്ങൾ കുത്തിക്കയറ്റി ആ കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ടാക്കി ആ കുടുംബങ്ങളെ തകർക്കാനും ശ്രമിക്കുന്ന ഈ മ്ലേച്ഛ പ്രവർത്തികൾ, ഇത് ഇന്ത്യൻ പ്രസിഡന്റ്, ആദരണീയായ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യ ഗവൺമെൻറ്റൊക്കെ ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സൈറ്റുകളും വ്യക്തികളുടെ വീഡിയോകളും ടെലഗ്രാമുകളും എല്ലാം കട്ട് ചെയ്യും എന്ന്. ചെറുതായി കട്ട് ചെയ്താൽ പോരാ, വളരെ വലുതായി തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ പുതിയ തലമുറയിലെ കുട്ടികൾ ഏറെ പേരും പഠിക്കാൻ മടി കാണിച്ച് ഉഡായിപ്പിലൂടെ പണമുണ്ടാക്കുമെന്ന് മാത്രമല്ല അവർ സൈക്കോകളായി മാറി അവരുടെ ഭാവി ജീവിതം നശിച്ചു പോകും എന്ന് ഉൾക്കാഴ്ചയോടുകൂടെ എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാനിത് വിളിച്ചു പറയുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചിട്ട് എന്നെ തെറി വിളിക്കുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രജിത് സാർ പറയുന്നത് തികച്ചും എന്താ പറയാ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ സ്ത്രീകളും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, അവരുടെ ശരീരം കാണിക്കാൻ അവർക്കൊരു നാണോ ഉളുപ്പോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരത് പ്രദർശിപ്പിച്ച് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നു. ഇതിന് ഇപ്പോ ഒരു അശ്വനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ഇൻസ്റ്റഗ്രാമിൽ നിന്നും മാസം 40 ലക്ഷത്തോളം രൂപയാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി അവർക്ക് കിട്ടുന്നത്. അതെന്തോ വലിയ കാര്യം പോലെ പല മീഡിയാസും അതെടുത്തൊരു വാർത്തയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ ഇത്ര വലിയ ഒരു അവർക്കൊരു എന്തോ വലിയ അവർ അധ്വാനിച്ചിട്ട് അത്രയും പണം ഉണ്ടാക്കുന്നത് പോലെയാണ് പല മീഡിയക്കാരും അവരുടെ ആ ഒരു വാർത്ത പ്രചരിപ്പിച്ചത്. സ്വന്തം ശരീരം അവർ കാണിക്കുന്നു, അത് കാണാൻ കുറെ അധികം ആൾക്കാർ പണം മുടക്കി അത് കാണുന്നു.
അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ശരീരം പ്രദർശിപ്പിക്കാൻ നാണോ മാനോ ഒന്നും തന്നെ ഇല്ല. അവർക്ക് പണം മതി. കാരണം മാസം ലക്ഷക്കണക്കിന് രൂപയല്ലേ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പണം മതി. പക്ഷെ ഇത് നശിപ്പിക്കുന്നത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ തന്നെയാണ്. കാരണം അധ്വാനിക്കേണ്ട, വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ആവശ്യമില്ല. സ്വന്തം ശരീരം ഇതുപോലെ പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും പണം ഉണ്ടാക്കാമല്ലോ. ഇതൊക്കെ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ എന്താ പറയാ സ്വാധീനിക്കും. ഇപ്പോൾ ഉള്ള പല കുട്ടികളും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നാ പിന്നെ ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്താൽ എന്താണ്, നല്ല പൈസ കിട്ടുമല്ലോ, പഠിക്കേണ്ട ആവശ്യമില്ല, ദേഹം അനങ്ങണ്ട, സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചാൽ മതിയല്ലോ, ലക്ഷക്കണക്കിന് രൂപ കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളും ഇതേ രീതിയിൽ ചിന്തിക്കുകയും ഈ ഒരു രംഗത്തേക്ക് വരാനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ കാലം സോഷ്യൽ മീഡിയ കാലമാണല്ലോ. ഏതും പോരാത്ത രേണു സുധി, ഭർത്താവ് മരിച്ച് വിധവയായിട്ടുള്ള ആ ഒരു സ്ത്രീ ഉൾപ്പെടെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നാണോ മാനോ ഒന്നും തന്നെ ഇല്ല. അവരും കാണിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഇപ്പൊ കിട്ടുന്നുണ്ട്. മാസം 5 ലക്ഷം രൂപയെ മറ്റാണ് അവർക്കും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ സ്ത്രീകളെയും കൂടുതൽ സ്വാധീനിക്കും. അവരും ഒക്കെ ചിന്തിക്കും എന്നാ പിന്നെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ, ഞങ്ങൾക്കും വരുമാനം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് കൂടുതൽ സ്ത്രീകൾ ഈ ഒരു രംഗത്തേക്ക് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ നിന്ന്, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടി എത്രയും പെട്ടെന്ന് നിർത്തലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കും. അതിൽ യാതൊരു സംശയവും. ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ആണ് ഇമാതിരി അപരാധങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞത് പൊടി കുഞ്ഞുങ്ങളുടെ അമ്മമാര് വരെ ഈ ഒരു രംഗത്തുണ്ട്. ഞാൻ പല വീഡിയോസും കണ്ടു. ഒരു ഭാര്യയും ഭർത്താവും ഒരു 1.5-2 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഭർത്താവുമായിട്ട് നിന്നിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കുക. അവർക്കും ഉണ്ട് സബ്സ്ക്രിപ്ഷൻ. എന്താ നമ്മൾ ഇതിനൊക്കെ പറയണ്ട? നമ്മൾ ഇതിനെതിരെയൊക്കെ എത്രയൊക്കെ പ്രതികരിച്ചാലും ഇത് കാണുന്ന കുറെ അപരാധം പിടിച്ച കുറെ ആൾക്കാർ വന്നിട്ട് നമുക്ക് കമന്റ് ഇടും, നിനക്കൊന്നും വേറെ പണിയില്ല, നിനക്കൊക്കെ പോയി പണിയെടുത്ത് ജീവിച്ചുകൂടെ, മറ്റതല്ലേ മറിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വായടപ്പിക്കാൻ നോക്കും. നമ്മൾ നല്ലത് പറഞ്ഞാലും കുറെ ആൾക്കാർ വന്ന് തെറി പറയും, നമ്മൾ ചീത്ത പറഞ്ഞാലും കുറെ എണ്ണങ്ങൾ വന്ന് തെറി പറയും. അപ്പോ ഇങ്ങനെ ഈ തെറി പറയുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഈ കുറെ അധികം സ്ത്രീകൾ, ഈ രേണുസുധി ഉൾപ്പെടെ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി നല്ലതാണോ? അവരുടെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, അവരുടെ കുടുംബം നോക്കാൻ വേണ്ടി അവർ കാണിച്ചു കൂട്ടുന്ന ഈ അപരാധം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെയൊക്കെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതുപോലുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെയൊക്കെ വീട്ടില് കുട്ടികൾ വളർന്നു വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൗമാര പ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ രജിത് സാർ ആണെങ്കിലും പറയുന്നുണ്ട്, ഈ ഒരു സമ്പ്രദായം എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇല്ലാതാക്കണം. അതായത് ഈ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന സ്ത്രീകളുടെ ഈ ഒരു ഏർപ്പാട് എത്രയും പെട്ടെന്ന് അത് നിർത്തലാക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഹിമാദ്രി ശരീര പ്രദർശനം മാത്രമേ കാണാനുള്ളൂ. അതേസമയം എവിടെയാണ് ഒരു പുരുഷൻ വന്നിട്ട് അവരുടെ ശരീരം പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നത്, അല്ലെ പണം ഉണ്ടാക്കുന്നത്? ഏതെങ്കിലും പുരുഷന്മാര് വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയും സ്ത്രീകളാണ് അത് കാണിച്ച് പണം ഉണ്ടാക്കുന്നു. എന്താ ഇതിനൊക്കെ നമ്മൾ പറയേണ്ടത്? എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള ആൾക്കാരെ, അല്ലെ ഇതുപോലെ കാണിച്ച് പണം ഉണ്ടാക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.